ഹലോ മക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് എഴുതാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 4 ഗോൾഡൻ റൂൾസ് ആണ്. ആൻഡ് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, ഈ 4 റൂൾസ് അറിയാതെ, ഈ 4 റൂൾസ് പാലിക്കാതെ നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഉള്ളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. സോ നീറ്റ് കിട്ടണമെങ്കിൽ എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 4 ഗോൾഡൻ റൂൾസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനം വരെ വീഡിയോ കാണണം എന്നുള്ള കാര്യം ഓർക്കുകയാണ്. ആൻഡ് ഈ സമയത്ത് ഞാനൊരു വലിയ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും തരാതെ തന്നെ ഡയറക്റ്റ്ലി 4 റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് 4 വെരി ഗോൾഡൻ, വെരി മച്ച് നീഡഡ് ആയിട്ടുള്ള സാധനമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓരോ റൂളുകളും നിങ്ങൾ ഇന്ന് മുതൽ എഴുതുന്ന മോക്ക് എക്സാമുകളിൽ നിങ്ങളത് പാലിച്ചിട്ട് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെ പറയുകയാണ്. സോ നമുക്ക് റൂൾസിലേക്ക് പോകാം. സോ വിൽ ബി കമ്മിങ് റൂൾ നമ്പർ 1. റൂൾ നമ്പർ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ 170 to 180 ക്വസ്റ്റ്യൻസ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ് റൂൾ നമ്പർ 1. സോ ഓർത്തിരിക്കുക, റൂൾ നമ്പർ 1 ഈസ് 170 to 180. എന്താണ് കാര്യം എന്നല്ലേ, നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് അറിയാം നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 180 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യാനുള്ളത്. ഈ 180 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന എണ്ണം 150 160 ആണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് കേരളത്തിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ പറയുകയാണ് 160 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്, 160 ഒരു 10%, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ തെറ്റിപ്പോകാം. നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്ത ആളാണ്, എത്രത്തോളം പ്രിപ്പയർഡ് ആണെങ്കിലും 10-15 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. സോ നമുക്ക് ശരിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 145 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ശരിയായി വരിക. ഈ 145 ക്വസ്റ്റ്യൻസും കറക്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏകദേശം 580 മാർക്കായിരിക്കും. അതാണ് നമ്മൾ തെറ്റിപ്പോയതിലുള്ള മൈനസ് മാർക്കും കൂടി ഒരു 560 മാർക്ക്, ഒരു 550 മാർക്കിലേക്കാണ് നമ്മൾ പോയി ലാൻഡപ്പ് ചെയ്യുക. ആൻഡ് ഈ 550 മാർക്ക് 560 മാർക്ക് എന്നുള്ളത് കേരളത്തിലെ കട്ട് ഓഫിനേക്കാൾ വളരെയധികം താഴെയാണെന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങളൊരു 160 ചോദ്യം അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ നീറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും ക്വാളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ സീറ്റിലേക്ക് എത്തണം എന്ന ആഗ്രഹമുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും 170 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം. 170 പ്ലസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സോ ഇത് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്, സാർ അപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്സ് കൂടില്ലേ, നെഗറ്റീവിൻ്റെ എണ്ണം വളരെ കൂടില്ലേ? ശരിയാണ്, നെഗറ്റീവിൻ്റെ എണ്ണം വളരെ കൂടും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഡോപ്പയിലെ ഒരു ടോപ്പർ കുട്ടി, നമ്മളെ എക്സ്പെക്റ്റഡ് ടോപ്പർ, നമ്മളറിയാം മോക്ക് എക്സാംസിലൊക്കെ സ്ഥിരമായിട്ട് ടോപ്പ് മേടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം ഒരു അല്പം ഡിഫറൻ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഈസി ആയിരുന്നു, ഡിഫറൻ്റ് ആയിരുന്നു. ആ കുട്ടി എക്സാം ഹാളിലിരുന്ന് വിചാരിച്ചത് ഇത് എല്ലാവർക്കും പാടായിരിക്കും, സോ എല്ലാം കയറി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റാങ്ക് ബാക്കിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി ആൻസർ ചെയ്തത് 130 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 130 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്തിട്ട് ആ കുട്ടി പുറത്തേക്ക് കയറി വന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞു, സാർ ഞാൻ 130 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ തലയിൽ കൈവച്ചു, അയ്യോ പോയല്ലോ എന്ന്. കാരണം നമുക്കറിയാം 130-ൽ 130 ശരിയാക്കുകയാണെങ്കിൽ പോലും 520 മാർക്കേ ആ കുട്ടി കിട്ടുള്ളൂ. സോ അത് ഫുള്ള് ശരിയായെങ്കിൽ പോലും ആ കുട്ടി ഒരു കോമ്പറ്റേറ്റീവ് ലെവലിലേക്ക്, ഒരു റാങ്ക് കിട്ടുന്ന രൂപത്തിലേക്ക്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന രൂപത്തിലേക്ക് എത്തില്ല എന്നുള്ളത് വളരെ സുനിശ്ചിതമാണ്. അതുപോലെയാണ് 160 ക്വസ്റ്റ്യൻസ് എഴുതിയ കുട്ടിയുടെ അവസ്ഥ. 160 എഴുതിയെങ്കിലും നമുക്ക് കിട്ടാനുള്ള മാർക്ക് മാക്സിമം 580 ആണ്. നെഗറ്റീവ്സ് എല്ലാം കൂടി ചേർത്ത് ഒരു 550 റേഞ്ചസിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടാവും. സോ നമുക്ക് ഒരു 600+ എന്നുള്ള മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 170+ എഴുതണം. സോ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ തവണ എഴുതുമ്പോഴും നമ്മൾ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതി കഴിഞ്ഞ് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ബാക്കിയുള്ള ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്നത് ഈ പറയുന്ന ഒരു 120 to 130 ക്വസ്റ്റ്യൻസ് വരെ എഴുതിയിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക. സോ 120 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ 170ലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ 180ലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു 50 ക്വസ്റ്റ്യൻ്റെ ഗ്യാപ്പ് കൂടി ഉണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾക്ക് വേണ്ടത് ധൈര്യമാണ് വേണ്ടത്. ധൈര്യമായിട്ട് ആ 50 ക്വസ്റ്റ്യൻ വേണ്ട എലിമിനേഷൻ ടെക്നിക്സ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യുക. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്തും അതിനുള്ളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് നമുക്ക് തോന്നും മോസ്റ്റ് പ്രോബബ്ലി ഇതായിരിക്കും ഉത്തരം, ഇതിൻ്റെ ഉത്തരം ഇതാവാൻ സാധ്യതയില്ല, ഇതാവാനാണ് സാധ്യത എന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ സ്കില്ലാണ്. സോ ഒന്നാമത്തെ കാര്യം ധൈര്യമാണ് വേണ്ടത്, രണ്ടാമത്തെ കാര്യം സ്കില്ലാണ് വേണ്ടത്. സ്കില്ല് കഴിഞ്ഞ 1 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട്
കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമുക്ക് തോന്നും ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നിങ്ങളത് ആൻസർ ചെയ്യണം. അങ്ങനെ ഒരു 40-50 ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്തിട്ട് നിർബന്ധമായിട്ടും ഏറ്റവും മിനിമം 165+ 165ൻ്റെ മുകളിലെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ റിമെമ്പർ ദ റൂൾ നമ്പർ 1. റൂൾ നമ്പർ 1 ഈസ് 170 to 180 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീറ്റ് കിട്ടില്ല. സോ നമുക്ക് റൂൾ നമ്പർ 2ലേക്ക് പോകാം. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ഓരോരോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ ഒരേ ഒരു തോട്ട് മാത്രമേ ഉണ്ടാകാമുള്ളൂ. വേറെ ഒരു തോട്ടും വരാൻ പാടില്ല. ഒരൊറ്റ തോട്ടോ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താണ് ആ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലെത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തായിരിക്കണം ആ ചിന്ത എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പലതും പറയും. എയിംസിലെത്തുന്നത് ഓർക്കണം, മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഓർക്കണം, അത് ഓർക്കണം, ഇതൊന്നും അല്ല ആലോചിക്കേണ്ടത്. നമ്മൾ എക്സാം എഴുതാണ്, ആക്റ്റീവ്ലി നീറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് അറിയാം എന്നുള്ളതായിരിക്കണം. ആൻഡ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ച ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെ വരണം. എന്ത് വരണം? തിങ്ക് നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനെ പറ്റി ആലോചിക്കണം. നെക്സ്റ്റ് എന്നൊരു ചിന്ത വരണം. നെക്സ്റ്റ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. കാരണം വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആവുകയാണ്, ഇതെനിക്ക് അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നെക്സ്റ്റ് എന്നൊരു ചിന്ത വരിക. ആ നെക്സ്റ്റ് എന്നൊരു ചിന്ത വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ നേരെ ഒരു ക്രോസ് മാർക്കോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ അതിന് ചുറ്റും ഒരു വട്ടോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ അവിടെ മാർക്ക് ചെയ്യുക. ഇത് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിൽ അത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ ചില സമയത്ത് ചില കുട്ടികൾ പറയും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, നമുക്ക് കിട്ടിയില്ല, നെക്സ്റ്റ് എന്ന് വിചാരിച്ചു, രണ്ടാമത്തെ വായിച്ചു, നെക്സ്റ്റ് എന്ന് വിചാരിച്ചു 3 വായിച്ചു, നെക്സ്റ്റ് എന്ന് വിചാരിച്ചു 4 വായിച്ചു, അങ്ങനെ ഒരു 15 ക്വസ്റ്റ്യൻ വായിച്ചു, എല്ലാം നമ്മൾ നെക്സ്റ്റ് എന്ന് വിചാരിച്ച് 16. അപ്പോഴത്തേക്കും ചില കുട്ടികളുണ്ട് പാനിക്കാവും, അയ്യോ 15 എനിക്ക് കിട്ടിയില്ല, എൻ്റെ എല്ലാം പോയി, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ തുടക്കത്തിലേ വിചാരിച്ചു പോകുന്ന കുട്ടികളുണ്ട്. മണ്ടത്തരമാണ്, വിചാരിക്കരുത്. അവസാനത്തെ ക്വസ്റ്റ്യൻ 200ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വരെ നെക്സ്റ്റ് എന്ന് തന്നെ വിചാരിച്ചു പോവുക. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ നീറ്റ് എക്സാമിൽ എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് നിങ്ങളുടെ കയ്യിൽ റാൻഡംലി ഷഫിൾഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുക. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാന ഭാഗത്താണെന്ന് മാത്രം വിചാരിക്കുക. ആ കോൺഫിഡൻസിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് ആലോചിച്ചിട്ട് തന്നെ മുന്നോട്ട് വരാൻ വേണ്ടി നോക്കുക. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓൾവേസ് തിങ്ക് നെക്സ്റ്റ്. സോ അതാണ് നമ്മുടെ ഗോൾഡൻ റൂൾസ് നമ്പർ 2. തിങ്ക് നെക്സ്റ്റ്. എപ്പോഴും നെക്സ്റ്റ് എന്ന് ആലോചിച്ച് പോവാം. ഓക്കെ അല്ലേ? സോ ഇനി 3ാമത്തെ റൂളിലേക്ക് പോവാം. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ നെക്സ്റ്റ് ആലോചിച്ചു, ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുക. സപ്പോസ് എനിക്കിപ്പോൾ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ 1ാമത്തെ ക്വസ്റ്റ്യൻ പോലെ വായിക്കുകയായിരുന്നു, എനിക്ക് 10ാമത്തെ ക്വസ്റ്റ്യനാണ് ആദ്യമായിട്ടൊരു ആൻസർ കിട്ടിയത്. സോ ഞാനത് ആൻസർ നോക്കി, ആൻസർ വെരിഫൈ ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് ഉറപ്പല്ലേ എ തന്നെയാണെന്ന് നോക്കി, ആൻസർ OMR ഷീറ്റിൽ കറക്റ്റ്ലി നോക്കിയിട്ട് ആ ഒരു സമയത്ത് തന്നെ OMRൽ എ എന്നുള്ള ഒരു ആൻസർ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നമുക്ക് ആൻസർ കിട്ടുമ്പോൾ തന്നെ കറക്റ്റ്ലി OMR നോക്കി വെരിഫൈ ചെയ്ത് തെറ്റാതെ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമ്മുടെ റൂൾ ആപ്ലിക്കബിൾ ആവുക. നെവർ ലുക്ക് ബാക്ക്. പിന്നെ ഒരിക്കലും തിരിച്ചു നോക്കരുത്. സോ ദ റൂൾ നമ്പർ 3 ഈസ് നെവർ ലുക്ക് ബാക്ക്. തിരിഞ്ഞു നോക്കരുത്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്? ഒരിക്കൽ നമ്മൾ സോൾവ് ചെയ്ത് ആൻസർ ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മളത് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വരുമ്പോൾ അയ്യോ തെറ്റിപ്പോയി, ഇതല്ല മറ്റേതായിരുന്നു ഉത്തരം, ഇതൊരു എക്സെപ്ഷൻ ആയിരുന്നു, ഇതൊരു സ്പെഷ്യൽ കേസ് ആയിരുന്നു, സാറ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പല സാധനങ്ങളുണ്ടാവും. ബട്ട് നെവർ ലുക്ക് ബാക്ക്. ഒരിക്കലും തിരിച്ചു നോക്കരുത്. നമ്മൾ അവിടെ തിരിഞ്ഞു നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള സമയം നഷ്ടപ്പെടും, നമ്മുടെ മെൻറ്റാലിറ്റി ഡൗൺ ആവും, നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കരുത്. നെവർ എവർ ലുക്ക് ബാക്ക്. ദാറ്റ് ഈസ് 3rd നമ്പർ ലോ. സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തിങ്ക് നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിൽ തന്നെ ഇരിക്കുക, ആവേശത്തിൽ തന്നെ ഇരിക്കുക. 199ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 200ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴും തിങ്ക് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു പവറിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്ന അതേ ഒരു ആരോഗ്യത്തിലും ആവേശത്തിലും നമ്മൾ ഇരുന്ന് പോകുക എന്നുള്ളതാണ്. ദിസ് ഈസ് ദ റൂൾ നമ്പർ 3, നെവർ ലുക്ക് ബാക്ക്. സോ നമ്മുടെ ലാസ്റ്റിലത്തെ ഗോൾഡൻ റൂളാണ് 4ാമത്തെ റൂൾ. നമ്മൾ 4ാമത്തെ റൂളിലേക്ക് പോകാം.
ദ റൂൾ നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 200 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. 200 ക്വസ്റ്റ്യൻസ് ഉള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എത്ര റൗണ്ട് വായിക്കണം എന്നുള്ളതാണ്. മിനിമം ഞാൻ പറയാം, മിനിമം 3 വട്ടമെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾ ഒരു തവണ നോക്കി 200ാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്തി പറ്റുന്നതൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് ചെയ്യരുത്. ഒരു തവണ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ ആൻസർ ചെയ്ത് OMR മാർക്ക് ചെയ്തൊക്കെ ടിക്ക് ചെയ്ത് പോവുക. കൺഫ്യൂഷൻ ഉള്ളതിൻ്റെ ചുറ്റുമൊക്കെ ഒരു വട്ടം വരച്ച് വെക്കുക, അറിയില്ലാത്തതിൻ്റെ ചുറ്റുമൊക്കെ ഒരു ക്രോസ് വരച്ച് വെക്കുക. സോ ആ രൂപത്തിൽ ഇങ്ങനെ പോയിട്ട് 200ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഒരു 3.5 മണിക്കൂറാണ് സമയം. ഈ 3 മണിക്കൂറിൽ ഒരു 2-2.25 മണിക്കൂർ കൊണ്ടെങ്കിലും അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ടെങ്കിലും ആദ്യത്തെ റൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് റൗണ്ട് തുടങ്ങാം. സെക്കൻഡ് റൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് കൺഫ്യൂഷനുള്ള, ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള, വട്ടം വരച്ച് വെച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് വീണ്ടും 1 to 200 വരെ ഒരു റൗണ്ടും കൂടി നമ്മൾ പോവുക. അവിടെ നമ്മൾ നോക്കാൻ പാടില്ല. രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യം നമ്മൾ ആൻസർ ചെയ്ത് OMRൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിലേക്ക് നോക്കരുത്. ഞാൻ പറഞ്ഞു റൂൾ നമ്പർ 3 നെവർ ലുക്ക് ബാക്ക്. ആൻസർ ചെയ്തതിൽ നോക്കണം, ആൻസർ ചെയ്യാൻ പറ്റാത്തതിൽ മാത്രം നോക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി 200 വരെ എത്തുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3ാമത്തെ റൗണ്ടിൽ പോകുമ്പം അതിനകത്ത് നമുക്ക് തീരെ അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തീരെ അറിയില്ലാത്ത ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. പരമാവധി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം. ആൻഡ് ഏതെങ്കിലുമൊക്കെ 2 ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ റൂളിൽ പറഞ്ഞ 170+ എന്നുള്ള ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് 4ാമത്തെ റൂള്. മിനിമം 3 റൗണ്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്ര റൗണ്ട് വായിക്കാൻ പറ്റുമോ അത്ര റൗണ്ട് വേണമെങ്കിലും വായിച്ചോ. സമയത്തിൽ വെറുതെ ഇരിക്കരുത്. നീറ്റ് എക്സാം ഹാളിൽ അവസാനത്തെ മിനിറ്റിൽ OMR ഷീറ്റ് ഇൻവിജിലേറ്റർ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന ആ സമയം വരെ വെറുതെ ഇരിക്കരുത്. ഒരു റൗണ്ട് നോക്കി തീർത്താൽ 2ാമത്തെ റൗണ്ട് നോക്കി തീർക്കാം, 3ാമത്തെ റൗണ്ട് നോക്കി തീർക്കാം, 4ാമത്തെ റൗണ്ട്. ഓരോ റൗണ്ടിലും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും നമുക്കത് അത്രയും അഡ്വാൻറ്റേജസ് ആണെന്ന് ഓർക്കുക. സോ 4ാമത്തെ റൂൾ മറക്കണ്ട, മിനിമം 3 to 4 റൗണ്ട്സ്. സോ ഞാൻ ഈ പറഞ്ഞ റൂൾസ് എല്ലാം കൂടി ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. റൂൾ നമ്പർ 1 170 to 180 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. റൂൾ നമ്പർ 2 ഓൾവേസ് തിങ്ക് നെക്സ്റ്റ്. ഏത് ക്വസ്റ്റ്യൻ, എത്ര ക്വസ്റ്റ്യൻ പാടായി കഴിഞ്ഞാലും, എത്ര ക്വസ്റ്റ്യൻ അറിയാതെ വന്നു കഴിഞ്ഞാലും, എത്രയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കരുത്. നെക്സ്റ്റ് എന്ന് മാത്രം ആലോചിക്കുക. 3ാമത്തേത് നെവർ ലുക്ക് ബാക്ക്. ഒരിക്കൽ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഉള്ളിലേക്ക് പിന്നെ തിരിഞ്ഞ് നോക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടുതൽ ഇംപ്രവൈസ് ചെയ്യായിരിക്കും, കൂടുതൽ ആലോചിക്കായിരിക്കും, കൂടുതൽ ചിന്തിക്കായിരിക്കും. തെറ്റിപ്പോയി എന്ന് മനസ്സിലാവും, ശരിയായി എന്ന് മനസ്സിലാവും. ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 3ാമത്തെ റൂൾ നെവർ ലുക്ക് ബാക്ക്. 4ാമത്തെ റൂൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ മിനിമം 3 to 4 റൗണ്ടെങ്കിലും കടക്കണം. എങ്കിലേ നിങ്ങൾക്ക് മാക്സിമം എഫക്റ്റീവ്നെസ് കിട്ടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആദ്യത്തെ റൗണ്ടിൽ 2ാമത്തെ റൗണ്ടിൽ പാടായിരുന്നു എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ 3ാമത്തെ റൗണ്ടിൽ നിങ്ങളൊന്ന് വന്ന് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. സോ മിനിമം 3 റൗണ്ടെങ്കിലും മാക്സിമം നിങ്ങളെ കൊണ്ട് അവസാനത്തെ ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സോ ഈ 4 കാര്യങ്ങൾ ഇസ് ദ ഗോൾഡൻ റൂൾസ് ഓഫ് ദ നീറ്റ്. ഈ 4 റൂൾസ് പാലിക്കാതെ ഒരാൾക്കും നീറ്റ് കിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ മുതൽ നിങ്ങൾ എഴുതുന്ന ഓരോ മോക്ക് എക്സാംസിലും ഈ 4 റൂൾസ് പാലിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ച, നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ വിചാരിച്ച മെഡിക്കൽ കോളേജിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഈ റൂൾസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാൻ മറക്കണ്ട. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ്, നീറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും കിട്ടാനും നോട്ടിഫിക്കേഷൻസ് ആദ്യം വരാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ബൈ, വിൽ മീറ്റ് യു അഗൈൻ.